നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സി നിറഞ്ഞാടിയ ദിവസം. നിറഞ്ഞാട്ടം എന്ന് പറയുന്നത് ഇതാണ്. ലോകകപ്പിന് ശേഷം ആദ്യമായിട്ട് കളിക്കാനിറങ്ങി. ലീഗ്സ് കപ്പിൽ ഇന്റർ മയാമിക്ക് വേണ്ടി കളിക്കാനിറങ്ങി. സാൻ ലൂയിസിനെതിരെ ഇരട്ട ഗോളും ഒരു അസിസ്റ്റും. ഇന്റർ മയാമി സുന്ദരമായി 2-4 ഗോളുകൾക്ക് ജയിച്ചു കയറി. സാൻ ലൂയിസിനെ 4-2 തോൽപ്പിച്ചു. അത്യുജ്വലമായി കളിച്ച മെസ്സി, അസാധാരണമായി കളിച്ച മെസ്സി, ഇരട്ട ഗോളും ഒരു അസിസ്റ്റും. അങ്ങനെ തന്നെ 3 ഗോളിൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ 4 ഗോളാണ് അടിച്ചത്, അതിൽ 1 ഗോൾ ബാക്കി. അപ്പോൾ 4-2 ഇന്റർ മയാമി ജയിച്ചപ്പോൾ അതിൽ നിറഞ്ഞ് കളിച്ചത് ലിയണൽ മെസ്സിയാണ്. ലിയണൽ മെസ്സി ആദ്യ 11-ാമത്തെ മിനിറ്റിൽ തന്നെ സാൻ ലൂയിസ് കളിയിൽ ആദ്യ ഗോളടിച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ ഗോളടിച്ച് ഇന്റർ മയാമിയെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ അതിന് പകരമായി സമനില ഗോൾ 11-ാമത്തെ മിനിറ്റിൽ തന്നെ മെസ്സി നേടി. മെസ്സി അങ്ങനെ ഇന്റർ മയാമിയെ ഒപ്പമെത്തിച്ചു. പിന്നെയും 1 ഗോൾ അദ്ദേഹം കളിയുടെ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പിന്നെയും 1 ഗോൾ അടിച്ചു. ഒപ്പം 3-ാമത്തെ ഗോളിന് അസിസ്റ്റ് ചെയ്തു. അങ്ങനെ നിറഞ്ഞാടി മെസ്സി തകർത്ത് കളിച്ച ഒരു മത്സരത്തിൽ, ലീഗ്സ് കപ്പിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ തകർപ്പൻ ജയമായി ഇന്റർ മയാമി നിറഞ്ഞു നിന്നു. സുവാരസിന്, ഇന്റർ മയാമിയുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറായ സുവാരസ് വിലക്ക് കാരണം 6 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാനാകില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ കളിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലിയണൽ മെസ്സി മിന്നിക്കളിക്കേണ്ടത് ഇന്റർ മയാമിക്ക് അത്യാവശ്യമായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് മെസ്സി ചെയ്തത്. മെസ്സി അസാധാരണമായിട്ട്, അതിഗംഭീരമായിട്ട് കളിച്ചു. ഒരു തരത്തിലും ഒരു കുറ്റം പറയാനില്ലാത്ത വിധം അസാധാരണമായിട്ട് മെസ്സി എപ്പോഴൊക്കെ കളത്തിലിറങ്ങുന്നു അപ്പോഴൊക്കെ അതിഗംഭീരമായിട്ടാണ് കളിക്കുന്നത്. അതും ആദ്യ മിനിറ്റുകളിൽ തന്നെ സാൻ ലൂയിസ് ഗോൾ അടിച്ചതിന് ശേഷം തിരിച്ചു വരാൻ പറ്റുക. സുവാരസിനെ പോലെ ഒരു സ്ട്രൈക്കർ ഇല്ലാതെ മെസ്സിയിൽ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ഇന്റർ മയാമി തിരിച്ചു വന്നു. മെസ്സി 2 ഗോൾ അടിച്ചു, ഒരു അസിസ്റ്റ് ചെയ്തു. അങ്ങനെ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി കളിച്ച് ജയിപ്പിച്ചു എന്നുള്ളതാണ്. ലോകകപ്പിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്ന ആദ്യത്തെ കളിയായിരുന്നു. ആ മത്സരത്തിൽ തന്നെ മെസ്സി നിറഞ്ഞാടി. അത് കാണുക, മെസ്സിയെ സ്നേഹിക്കുന്നവർ, അതൊരു ആനന്ദമാണ് യഥാർത്ഥത്തിൽ മെസ്സിയുടെ കളി എന്ന് പറയുന്നത്. ആ കളി അതിഗംഭീരമായി തന്നെ മെസ്സി 39-ാമത്തെ വയസ്സിലും തുടരുന്നു എന്നത് നമ്മൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്.